നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 6th സെമസ്റ്ററിലെ സബ്ജക്റ്റിലെ ഏതാനും ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നിങ്ങൾക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള പാർട്ട് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം, നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഓഡിറ്റിംഗ്. ഓഡിറ്റിംഗിന്റെ ഡെഫിനിഷൻ നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ചെറിയൊരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓഡിറ്റിംഗ് ഈസ് എ സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ്, ട്രാൻസാക്ഷൻസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ടു എൻഷുർ ആക്യുറസി, കംപ്ലയൻസ് വിത്ത് ലോസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് ദ ഫെയർ പ്രസന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ്. ഫിനാൻഷ്യൽ റെക്കോർഡ്സിന്റെ ഒരു സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ആണ്. ട്രാൻസാക്ഷൻസ്, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ്, ഇതിന്റെയൊക്കെ ഒരു സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ആണ്. ഇതിന് വേണ്ടിയിട്ട് ടു എൻഷുർ ആക്യുറസി, കംപ്ലയൻസ് വിത്ത് ലോ ആൻഡ് റെഗുലേഷൻസ്, അതായത് ആക്യുറസി ഉറപ്പുവരുത്താനും നിയമങ്ങളും റെഗുലേഷൻസ് ഒക്കെ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും, അതുപോലെ തന്നെ എന്താണ്, ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫെയർ പ്രസന്റേഷൻ ഒക്കെ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ആണ് എന്ത്, ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി define investigation. Investigation in auditing refers to a detailed examination of financial or non-financial records to uncover fraud, error, or irregularities, often conducted when suspicious activities are suspected. ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണയായിട്ട് നടത്തുന്നത് എപ്പോഴാണോ, അത് ഒരു ഫിനാൻഷ്യലായിട്ട് അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഫ്രോഡ്, ഇറഗുലാരിറ്റീസ്, അങ്ങനെയുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ സസ്പീഷ്യസ് ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്ന സമയത്താണ് എന്ത് ചെയ്യുക, ഇൻവെസ്റ്റിഗേഷൻ നടത്തുക. ഓക്കെ, ഓഡിറ്റിംഗിൽ ഇൻവെസ്റ്റിഗേഷൻ വരുന്നത്. ഇനി ഡിഫൈൻ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? A statutory audit is a legally required examination of an entity's financial records and statement to ensure compliance with applicable laws, regulations and accounting standard. ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ നിയമം പ്രകാരം നിർബന്ധമായിട്ടും ഒരു ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്യേണ്ട ഓഡിറ്റിങ്ങിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. ഡിഫൈൻ ദ ടേം വിസിൽ ബ്ലോവിംഗ്. വിസിൽ ബ്ലോവിംഗ് is the act of reporting unethical or illegal activities within an organization to authorities or public, often done to expose wrongdoing and promote transparency. വിസിൽ ബ്ലോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിനകത്തുള്ള എന്താണ്, അൺഎത്തിക്കൽ ആയിട്ടുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് അവരറിയാതെ എന്ത് ചെയ്യുന്നു, അവർക്കിടയിൽ നിന്നുകൊണ്ട് നമ്മുടെ അതോറിറ്റിയെ അല്ലെങ്കിൽ പബ്ലിക്കിനെ അറിയിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് വിസിൽ ബ്ലോയിങ്. ഒരു എന്താണ്, കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ തന്നെ എന്ത് ചെയ്യുക, മാനേജ്മെന്റിന്റെ കണ്ണായിട്ട് വർക്ക് ചെയ്യുക. അടുത്താണ് എക്സ്പ്ലെയിൻ ഇന്റേണൽ ഓഡിറ്റ്. ഇന്റേണൽ ഓഡിറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻസ് ഓപ്പറേഷൻസ്, risk management and internal controls conducted by internal auditors to provide assurance on the effectiveness and the efficiency of process. അത് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിനകത്ത് ഉള്ള നമ്മൾ എക്സ്റ്റേണൽ ഓഡിറ്റിന് മുമ്പായിട്ട് നമ്മുടെ സ്ഥാപനത്തിനകത്ത് ഉള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുവാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ആണ് എന്ത്, ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇന്റേണൽ കൺട്രോളിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒന്നാണ്. ഇനി give the meaning of cost audit. Cost audit is a systematic examination of companies' cost accounting records, process, and procedures to ensure compliance with the cost accounting standards and to verify the accuracy of cost information. അതായത് കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു കമ്പനിയുടെ കോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റെക്കോർഡ്സും അതിന്റെ പ്രോസസ്സും പ്രൊസീജിയേഴ്സും ഒക്കെ എന്താണ്, കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണോ നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുകയും അതിന്റെ ഇൻഫർമേഷൻ ആക്യുറസി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു സിസ്റ്റമാറ്റിക് എക്സാമിനേഷനെയാണ് എന്ത് വിളിക്കുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് സ്ഥാപനത്തിനകത്ത് നടക്കുന്ന എന്താണ്, കോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണ് നടക്കുന്നത്. കോസ്റ്റ് ഇൻഫർമേഷൻ ആക്യുറസി ഒക്കെ ഉറപ്പുവരുത്തുവാൻ വേണ്ടി നടത്തുന്ന സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ. ഇനി ഗിവ് ദ മീനിങ് ഓഫ് വെരിഫിക്കേഷൻ. വെരിഫിക്കേഷന്റെ മീനിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. വെരിഫിക്കേഷൻ ഈസ് എ പ്രോസസ് ഓഫ് കൺഫേമിംഗ് ദി ആക്യുറസി, authenticity and validity of financial transactions, records and documents through examination, inspection and cross-referencing with supporting evidence. Verification പറഞ്ഞെങ്കിൽ സപ്പോർട്ടിംഗ് എവിഡൻസിന്റെ എവിഡൻസിന്റെ സഹായത്തോടു കൂടി
നമ്മൾ നടത്തുന്ന എക്സാം ചെയ്തിട്ട് ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് അല്ലെങ്കിൽ കോഴ്സ് റെഫറൻസിങ് നടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആക്യുറസി, ഓതന്റിസിറ്റി, വാലിഡിറ്റി ഒക്കെ ഉറപ്പ് വരുത്തുന്ന ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് കണ്ടിൻജന്റ് ലയബിലിറ്റി. കണ്ടിൻജന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിൻജന്റ് ലയബിലിറ്റി refers to a potential obligation that may arise from past event that outcome of which depend on future uncertain events such as pending lawsuit or guarantees. അപ്പോൾ കണ്ടിൻജന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിൽ നമ്മുടെ ലയബിലിറ്റി അല്ല, എന്നാൽ നമ്മുടെ പാസ്റ്റ് ഇവന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്താണ് ലയബിലിറ്റി ആവാൻ സാധ്യതയുള്ള, ഒബ്ലിഗേഷൻ ആവാൻ, നമുക്കൊരു ബാധ്യതയാവാൻ സാധ്യതയുള്ള ഒന്നിനെ വിളിക്കുന്ന പേരാണ് കണ്ടിൻജന്റ് ലയബിലിറ്റി. അത് ഫ്യൂച്ചറിലെ ചില കണ്ടീഷൻസ് എന്താണ് നടന്നു കഴിഞ്ഞാൽ മാത്രമേ അത് നമ്മുടെ ലയബിലിറ്റി ആവുകയുള്ളൂ. അപ്പോൾ ഡിപ്പെൻസ് അപ്പോൺ കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഈ ലയബിലിറ്റി ആവുന്നതും ആവാതിരിക്കുകയും ചെയ്യാം. ഓക്കെ. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പെൻഡിങ് ലോസ്യൂട്ട്. അപ്പോൾ എന്താണ്, നമ്മൾ എന്തെങ്കിലും നിയമപരമായിട്ട് എന്തെങ്കിലും കേസൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കേസിന് വിധി ആവുന്ന ആ ഒരു സമയം വരെ, അല്ലെങ്കിൽ ഗ്യാരണ്ടീസ് എന്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗ്യാരണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു പ്രൊഡക്റ്റ് ഗ്യാരണ്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും പ്രൊഡക്റ്റ് ഡിഫക്റ്റീവായി വരികയോ അത് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ബാധ്യതയായിട്ട് മാറും. ഓക്കെ. ഇനി അടുത്തത് വാട്ട് ആർ ബോണസ് ഷെയർസ്. ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോണസ് ഷെയർസ് ആർ അഡീഷണൽ ഷെയർസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ബൈ എ കമ്പനി വിത്തൗട്ട് എനി അഡീഷണൽ കോസ്റ്റ്, യൂഷ്വലി ആസ് എ റിവാർഡ് ഫോർ ലോയൽറ്റി ഓർ ക്യാപിറ്റലൈസ് പ്രോഫിറ്റ്. അതായത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ കയ്യിൽ നിന്നൊന്നും മേടിക്കാതെ അവർക്ക് ഫ്രീ ആയിട്ട് അഡീഷണൽ ആയിട്ട് ഷെയർ ഇഷ്യൂ നടത്തുന്ന ഷെയർസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ക്രെഡിറ്റ് റേറ്റിംഗ്? ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? Credit rating is an evaluation of the creditworthiness of an individual, company or security based on their ability to meet financial obligation and repay debt. അപ്പോൾ ഒരു കമ്പനിയുടെ എന്താണ് ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ അവരുടെ ഡെപ്റ്റ് റീപേ ചെയ്യാനുള്ള എബിലിറ്റി മെഷർ ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, ക്രെഡിറ്റ് റേറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വാട്ട് ഡു യു മീൻ ബൈ അക്കൗണ്ടിംഗ് ആൻഡ് അഷുറൻസ് സ്റ്റാൻഡേർഡ്? അക്കൗണ്ടിംഗ് ആൻഡ് അഷുറൻസ് സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? Accounting and assurance standards are guidelines and principles established by regulatory bodies to ensure consistency, transparency, and reliability in financial reporting and auditing practice. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതുപോലെ തന്നെ ഓഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് എന്താണ് കൺസിസ്റ്റൻസിയും ട്രാൻസ്പെറൻസിയും റിലയബിലിറ്റി ഒക്കെ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗൈഡ് ലൈൻസ് ആൻഡ് പ്രിൻസിപ്പിൾസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, അക്കൗണ്ടിംഗ് ആൻഡ് അഷുറൻസ് സ്റ്റാൻഡേർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വാട്ട് ഡു യു മീൻ ബൈ ഇ ഗവേണൻസ്? ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇ ഗവേണൻസ് refers to the use of information and communication technology by government agencies to enhance the efficiency, transparency, and accessibility of public service and governance process. അപ്പോൾ എന്താ ഈ ICT, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ ആക്ടിവിറ്റീസ്, ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ എന്താണ് എഫിഷ്യന്റ് ആയിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് പബ്ലിക്കിലേക്ക് എത്തിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇ ഗവേണൻസ്. ഓക്കെ. വാട്ട് ഡു യു മീൻ ബൈ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം? ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നോക്കുക. ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം ഈസ് ദ ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് in influencing corporate decisions, policies, and governance practice by exercising their right and engaging with the company management. ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആക്റ്റീവായിട്ട് കമ്പനിയുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ, പോളിസി മെയിൻ്റനൻസിൽ, കമ്പനിയുടെ പ്രവൃത്തികളിലെല്ലാം എന്താണ് ഗവൺമെന്റ് ഷെയർ ഹോൾഡറെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്ന് പറയുന്നത്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് അവരുടെ അവകാശം എന്താണ് പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് കമ്പനിയുടെ ആക്ടിവിറ്റീസിൽ, പോളിസീസിൽ, ഡിസിഷൻസിലൊക്കെ ഇൻവോൾവ് ആവുക, അതാണ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. What is EDP audit? EDP means electronic data processing. EDP audit is an examination of organization's information system, data processing activities, and controls to ensure the integrity, security, and reliability of electronic data. EDP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിംഗ് എന്നാണ് EDP യുടെ ഫുൾ ഫോം. അപ്പോൾ ഈ EDP ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓർഗനൈസേഷന്റെ ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ടല്ലോ, അതായത് നമ്മുടെ ICT സിസ്റ്റം, അതിന്റെ ഇന്റഗ്രിറ്റിയും സെക്യൂരിറ്റിയും റിലയബിലിറ്റിയും ഒക്കെ ഉറപ്പുവരുത്തുന്നതിനെയാണ് എന്ത് EDP ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വാട്ട് ഈസ് എൻവയോൺമെന്റൽ ഓഡിറ്റ്? എന്താണ് എൻവയോൺമെന്റൽ ഓഡിറ്റ്? Environmental audit is a systematic evaluation of an organization's environmental performance, compliance with the environmental regulations, and impact on natural resource and ecosystem.
എൻവയോൺമെന്റൽ ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓർഗനൈസേഷന്റെ അവരുടെ പ്രവർത്തനം എൻവയോൺമെന്റിനെ എങ്ങനെ ബാധിക്കുന്നു. ഓക്കെ, ഓർഗനൈസേഷൻ പ്രവർത്തനം എന്താണ് എൻവയോൺമെന്റൽ റെഗുലേഷൻസും ആയിട്ട് പാലിച്ചുകൊണ്ടാണോ എന്നൊക്കെ ഉറപ്പുവരുത്തുന്നതിനാണ് എന്ത് വിളിക്കുന്നത് എൻവയോൺമെന്റൽ ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ നാച്ചുറൽ എക്കോസിസ്റ്റത്തിനും നാച്ചുറൽ റിസോഴ്സസിനൊക്കെ ഓർഗനൈസേഷന്റെ പ്രവർത്തനം എങ്ങനെ ബാധിക്കുന്നു എന്ന് ചെക്ക് ചെയ്യുന്നതാണ് എന്ത് എൻവയോൺമെന്റൽ ഓഡിറ്റ്. ഇനി വാട്ട് ഈസ് ഇൻസൈഡർ ട്രേഡിംഗ്? ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? Insider trading refers to buying or selling of a company's security by individuals with access to non-public material information about the company in violation of securities laws and regulations. Insider trading എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഷെയർസ് ഇൻഡിവിജ്വൽസ് പബ്ലിക്കലി അവൈലബിൾ അല്ലാത്ത ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് അകത്തു നിന്നുള്ള കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ് ചോർന്ന് കിട്ടിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് നമ്മൾ ഷെയർ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ശരിക്കും കമ്പനി ലോസിനും എതിരാണ്. ഇനി വാട്ട് ഈസ് ഇന്റേണൽ ചെക്ക്? ഇന്റേണൽ ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? Internal check is a system of internal control and check established within an organization to prevent error, fraud, and irregularities by ensuring that tasks are divided, cross-checked, and verified by different individuals. ഇന്റേണൽ ചെക്ക് എന്ന് പറഞ്ഞെങ്കിൽ ഇന്റേണൽ കൺട്രോളിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷനകത്ത് വരാൻ സാധ്യതയുള്ള ഇറേഴ്സ്, ഫ്രോഡ്, ഇറഗുലാരിറ്റീസ് ഒക്കെ എന്താണ് എന്ത് ചെയ്യുക, അതൊക്കെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ള ഉറപ്പുവരുത്താൻ വേണ്ടി ചെയ്യുന്ന ഒന്നാണ് ഇന്റേണൽ ചെക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ബാങ്കിലാണെങ്കിൽ നമുക്കറിയാം ഒരു ചെക്ക് നമുക്ക് പാസ്സായി ക്യാഷ് കിട്ടണമെങ്കിൽ 3-4 കൗണ്ടർ വഴിയാണല്ലോ. അപ്പോൾ ഒരേ ആക്ടിവിറ്റി എന്താണ് ക്രോസ് ചെക്ക് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ടാസ്ക് ഡിഫറെന്റ് ആളുകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് എന്താണ് 2-3 ആളോ ക്രോസ് ചെക്ക് ചെയ്തിട്ടായിരിക്കും അതിന്റെ കാര്യങ്ങൾ നടക്കുക. അപ്പോൾ അവിടെ മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. അതിനാണ് ഇന്റേണൽ ചെക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി what is internal control? Internal control refers to policies, procedures, and mechanisms implemented by an organization to safeguard asset, ensure accuracy of financial information, promote operational efficiency, and compliance with laws and regulations. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെയാണ് അവിടെ പറയുന്നത്. ഇനി വാട്ട് ഇസ് മാനേജ്മെന്റ് ഓഡിറ്റ്? എന്താണ് മാനേജ്മെന്റ് ഓഡിറ്റ്? മാനേജ്മെന്റ് ഓഡിറ്റ് ഈസ് an examination of an organization's management practice, policies, and decision-making process to assess their effectiveness, efficiency, and alignment with the organizational objectives. മാനേജ്മെന്റ് ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓർഗനൈസേഷന്റെ എന്താണ് മാനേജ്മെന്റ് പ്രാക്ടീസ്, പോളിസീസ്, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഒക്കെ എന്താണ് അതിന്റെ എഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി ഒക്കെ ചെക്ക് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത് മാനേജ്മെന്റ് ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ആണോ മാനേജ്മെന്റ് പ്രാക്ടീസും പോളിസീസും ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഒക്കെ ആ ഒരു രീതിയിലാണോ നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ഉറപ്പുവരുത്തുന്ന ആ ഒരു ആക്ടിവിറ്റിയാണ് എന്ത് മാനേജ്മെന്റ് ഓഡിറ്റ്. ഇനി അടുത്തത് വാട്ട് ഈസ് മെൻ ബൈ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ refers to expense incurred in a particular accounting period that provide benefit over in multiple periods and are therefore written off gradually over the useful life of the asset or benefit received. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ നമുക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസ് ആണ്. പക്ഷേ ആ എമൗണ്ട് ചെലവാക്കിയതിന്റെ ഗുണം നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ പീരീഡ് മാത്രമല്ല, നമുക്ക് ഒരു മൾട്ടിപ്പിൾ പീരീഡ് ഒരുപാട് കാലത്തേക്ക് നമുക്ക് കിട്ടും. ഓക്കെ, അതിനാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഈ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ സാധാരണ ചെയ്യാറുള്ളത് എന്താണ്? ആ ബെനിഫിറ്റ് കിട്ടുന്ന യൂസ്ഫുൾ ലൈഫ് പീരീഡ് എത്ര കാലമാണ്? 10 വർഷമാണെങ്കിൽ ആ 10 വർഷം കൊണ്ട് ആ എമൗണ്ട് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി അടുത്തത് വാട്ട് ഈസ് മെൻ ബൈ മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ്? മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓഡിറ്റിംഗിൽ എന്താണ്? Misappropriation of goods refers to the unauthorized taking, theft, or misuse of company's asset, inventory, or goods by employees or individual for personal gain or fraudulent purpose. അതായത് ഒരു കമ്പനിയുടെ ഗുഡ്സ്, അസറ്റ്, മറ്റുള്ള കാര്യങ്ങൾ, ഇൻവെന്ററീസ് ഒക്കെ എന്താണ് അൺഓതറൈസ്ഡ് ആയിട്ട് എടുക്കുക, തെഫ്റ്റ് അല്ലെങ്കിൽ മോഷ്ടിക്കുക, അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യുക അവരുടെ ഇൻഡിവിജ്വൽ ഗെയിൻ ലാഭത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഫ്രോഡുലന്റ് പർപ്പസിന് വേണ്ടിയിട്ട്. അതിനെയാണ് എന്ത് വിളിക്കുന്നത് മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വാട്ട് ഈസ് മെൻ ബൈ മിസ്ഫിസാൻസ്? Misfeasance refers to the improper or negligent performance of duties by an individual in a position of authority, interest,
ലീഡിങ് ടു ഹാം, ലോസ് ഓർ ഡാമേജ് ടു അതേഴ്സ് ഓർ ദി ഓർഗനൈസേഷൻ. അത് ഓർഗനൈസേഷനകത്ത് വർക്ക് ചെയ്യുന്ന ഒരാൾ അയാൾ എന്ത് ചെയ്യുക, നെഗ്ലിജന്റ് പെർഫോമൻസ്, അയാൾ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് അയാളുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന എന്താണ് നെഗ്ലിജന്റ് പെർഫോമൻസിനെയാണ് എന്ത് മിസ് ഫീസൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് എന്താണ് ഓർഗനൈസേഷൻ ദോഷമായിട്ട് ഭാവിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് അത് ദോഷമായിട്ട് ഭാവിക്കുക. ഇനി വാട്ട് ഈസ് മെൻ ബൈ ടാക്സ് ഓഡിറ്റ്? ടാക്സ് ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? Tax audit is a review and verification of individual or companies' tax returns, financial statements, and compliance with the tax laws and regulations by qualified tax professional or auditor. ഒരു ക്വാളിഫൈഡ് ടാക്സ് പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ഒരു ഓഡിറ്റർ കണ്ടക്ട് ചെയ്യുന്ന ടാക്സുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ ടാക്സ് റിട്ടേൺസും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും കമ്പനി ടാക്സ് ലോസ് അനുസരിച്ച് ഒക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ, ടാക്സ് റെഗുലേഷൻസ് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന ഒന്നാണ് ടാക്സ് ഓഡിറ്റ്. ഇനി വാട്ട് ഈസ് റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി? റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? Resource dependency theory is a management theory that explains how organizations depend on external resource, relationship, and dependencies to survive, grow, and achieve strategic objectives. അപ്പോൾ റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു മാനേജ്മെന്റ് തിയറിയാണ്. ഈ മാനേജ്മെന്റ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനെ എക്സ്റ്റേണൽ റിസോഴ്സസിനെ, എക്സ്റ്റേണൽ റിലേഷൻഷിപ്പിനെ എത്രത്തോളം ആശ്രയിക്കുന്നു, ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ ഒരു ഓർഗനൈസേഷൻ എത്രത്തോളം ആശ്രയിക്കുന്നുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്, ഈ റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറിയിൽ പറയുന്നത്. അത് എത്രത്തോളം ആശ്രയിക്കുന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒന്നാണ് ഈ റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ എക്സ്റ്റേണൽ റിസോഴ്സിനെ, എക്സ്റ്റേണൽ റിലേഷൻഷിപ്പിനെ എത്രത്തോളം ആശ്രയിക്കുന്നുണ്ട്, അതാണ് റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറിയിൽ പറയുന്നത്. ഇനി വാട്ട് ഈസ് സോഷ്യൽ ഓഡിറ്റ്? സോഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? Social audit is an evaluation of an organization's social, environmental, and ethical performance, impact on society, and adherence to corporate social responsibility principles and standard. സോഷ്യൽ ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓർഗനൈസേഷന്റെ സൊസൈറ്റിയോടുള്ള ഉത്തരവാദിത്തം ഒരു ഓർഗനൈസേഷൻ എത്രത്തോളം നിർവഹിക്കുന്നുണ്ട് അത് മെഷർ ചെയ്യുക, അത് ഉറപ്പുവരുത്തുക, അതാണ് സോഷ്യൽ ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് ടാക്സ് ഓഡിറ്റ്? നമ്മൾ ഓൾറെഡി മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിപ്പീറ്റ് ചെയ്തതാണ്, നോക്കുക. അടുത്ത വാട്ട് ഈസ് വൗച്ചിങ്? വൗച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൗച്ചിങ് ഈസ് എ പ്രോസസ് ഓഫ് വെരിഫിക്കേഷൻ ദി authenticity and accuracy of transactions recorded in accounting books by examining supporting documents such as invoice, receipt, voucher and contract. അതായത് നമ്മുടെ അക്കൗണ്ട്സിൽ, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഓരോ ട്രാൻസാക്ഷനും അതിന്റെ എവിഡൻസ് വെച്ച് ചെക്ക് ചെയ്യുക. ഇൻവോയ്സും റെസിപ്റ്റും വൗച്ചറും കൺട്രോൾ ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് വൗച്ചിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വാട്ട് ഈസ് കൊളാട്രൽ വൗച്ചർ? കൊളാട്രൽ വൗച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? Collateral voucher is a supporting document or evidence that substantiate a financial transaction, providing proof of the validity and authenticity of the transaction recorded in the accounting books. ഒരു കൊളാട്രൽ വൗച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു എവിഡൻസ് ആണ്. അതെന്താണ്? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനകത്ത് നടന്നിട്ടുള്ള ട്രാൻസാക്ഷന്റെ എന്താണ് പ്രൂഫ് അല്ലെങ്കിൽ വാലിഡിറ്റി ഉറപ്പുവരുത്തുന്ന ഒരു ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൊളാട്രൽ വൗച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് വാട്ട് ഈസ് ഓഡിറ്റ് ഫയൽ? ഓഡിറ്റ് ഫയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? An audit file is a collection of documents, records, working paper, and evidence compiled by auditors during an auditing engagement to support their findings, conclusion, and audit report. ഓഡിറ്റ് ഫയൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓഡിറ്റർ ഓഡിറ്റ് റിപ്പോർട്ട്, അയാളുടെ കൺക്ലൂഷൻസ്, അയാളുടെ ഫൈൻഡിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയാളുടെ വർക്കിംഗ് പേപ്പേഴ്സ്, അയാൾ കണ്ടെത്തിയിട്ടുള്ള എവിഡൻസ്, റെക്കോർഡ്സ്, അയാളുടെ കളക്ഷൻ ഓഫ് ഡോക്യുമെന്റ്സ്, ഇതിനെയൊക്കെയാണ് കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ഓഡിറ്റ് ഫയൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ഓഡിറ്റ് നോട്ട് ബുക്ക്? ഓഡിറ്റ് നോട്ട് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? An audit notebook is a record maintained by auditor to document audit procedures, findings, observations, discussions, and other relevant information during the course of an audit engagement. ഒരു ഓഡിറ്റിംഗ് ആക്ടിവിറ്റീസ് നടക്കുന്ന സമയത്ത് ഓഡിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അയാളുടെ ഫൈൻഡിങ്സും അയാളുടെ ഒബ്സർവേഷൻസും അയാളുടെ ഡിസ്കഷൻസ് ഒക്കെ അയാൾക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് കൈവശം വെക്കുന്ന ഒരു നോട്ട് ബുക്കാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഓഡിറ്റ് നോട്ട് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓഡിറ്റ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഒരു ഓഡിറ്റർ കൈവശം വെക്കുന്ന ഒരു ബുക്ക് അയാൾക്ക് അയാളുടെ ഓഡിറ്റിംഗ് പ്രൊസീജിയേഴ്സും ഫൈൻഡിങ്സും ഒബ്സർവേഷൻസും ഡിസ്കഷൻസും ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഓക്കെ, അടുത്തതാണ് വാട്ട് ഈസ് ഓഡിറ്റ് പ്ലാനിങ്. ഓഡിറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? Audit planning involve developing a comprehensive strategy, scope, and approach for conducting an audit, including defining objectives, identifying risk, allocating resources, and scheduling activities. Audit planning എന്ന് പറഞ്ഞാൽ എന്താണ്? Audit planning involve developing a comprehensive strategy, scope, and approach for conducting an audit, including defining objectives, identifying risk, allocating resources, and scheduling activities. What is audit report? Audit report എന്ന് പറഞ്ഞാൽ എന്താണ്? An audit report is a formal document prepared by auditors summarizing their findings, observations, conclusions, and opinions regarding the accuracy, completeness, and fairness of financial statement and internal control. ഓഡിറ്റ് റിപ്പോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓഡിറ്റർ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ഫോർമൽ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഫോർമൽ റിപ്പോർട്ടിനെ ആണ് വിളിക്കുന്നത് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതിൽ അയാളുടെ ഫൈൻഡിങ്സ് ഉണ്ടാവും, അയാളുടെ ഒബ്സർവേഷൻസ് ഉണ്ടാവും, കൺക്ലൂഷൻ ഉണ്ടാവും, സ്ഥാപനത്തിലെ അക്കൗണ്ടിങ് വർക്ക്സുമായി ബന്ധപ്പെട്ട് അതിന്റെ ആക്യുറസിയെ കുറിച്ചുള്ള അയാളുടെ ഒപ്പീനിയൻ ഉണ്ടാവും, കംപ്ലീറ്റ്നെസ് എത്രത്തോളം ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിന്റെ എഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സമ്മറൈസ്ഡ് ഡോക്യുമെന്റ് ആണ്, ഒരു ഫോർമൽ ഡോക്യുമെന്റ് ആണ് എന്ത് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്? ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? An audit certificate is a formal statement issued by auditor confirming the completion of audit engagement, compliance with auditing standard, and providing assurance on the accuracy and reliability of financial statement. അതായത് ഒരു ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്നത് ഉദ്ദേശിക്കുന്നത് ഒരു ഓഡിറ്റർ അയാളുടെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താണ് അക്കൗണ്ട് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് ഒക്കെ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, എന്താണ് ആക്യുറസിയും റിലയബിലിറ്റി ഒക്കെ അയാൾ എന്ത് ചെയ്യുന്നു ഉറപ്പ് വരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നൽകുന്ന ഒരു ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ്, സർട്ടിഫിക്കറ്റ് ആണ് അത് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് സ്പെഷ്യൽ ഓഡിറ്റ്? സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? A special audit is an examination of specific financial or operational aspect of an organization conducted in response to particular event, request or concern requiring specialized skill, procedure and reporting. അപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ ഭാഗത്തു നിന്നും ഒരു പർട്ടിക്കുലർ ഇവന്റിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു, ഒരു റിക്വസ്റ്റ് ഒക്കെ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു എക്സാമിനേഷൻ ആണ് എന്ത് വിളിക്കുന്നത്? സ്പെഷ്യൽ ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വാട്ട് ഈസ് ലിസ്റ്റിംഗ് അഗ്രിമെന്റ്? എന്താണ് ലിസ്റ്റിംഗ് അഗ്രിമെന്റ്? ലിസ്റ്റിംഗ് അഗ്രിമെന്റ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ കമ്പനി ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. കമ്പനിയും സ്റ്റോക്ക് എക്സ്ചേഞ്ചും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ആണ് ലിസ്റ്റിംഗ് അഗ്രിമെന്റ് എന്ന് പറയുന്നത്. Then that outline the terms, conditions and obligations for listing company securities on the exchange. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കമ്പനീസിന്റെ ഷെയർ ലിസ്റ്റ് ചെയ്യാൻ വരുന്ന ടേംസ്, കണ്ടീഷൻസ്, ഒബ്ലിഗേഷൻസ് എന്തൊക്കെയാന്നുള്ള കാര്യം അതിനകത്ത് പറയുന്നുണ്ടാവും. ഓക്കെ, അതാണ് ലിസ്റ്റിംഗ് അഗ്രിമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് റീപ്ലേസ്മെന്റ് വാല്യൂ? റീപ്ലേസ്മെന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? റീപ്ലേസ്മെന്റ് വാല്യൂ ഈസ് ദ കോസ്റ്റ് ഓഫ് റീപ്ലേസിംഗ് an asset or property with a similar or equivalent item at current market price. റീപ്ലേസ്മെന്റ് വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അസറ്റ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യാൻ, കമ്പനിയുടെ ഒരു അസറ്റ് ഒരു പ്രോപ്പർട്ടി റീപ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ അതേപോലെയുള്ള ഒരു ഈക്വലന്റ് ആയിട്ടുള്ള ഐറ്റം വെച്ചിട്ടോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുവാൻ കറന്റ് മാർക്കറ്റ് പ്രൈസ് എത്ര വരും, അതിനെയാണ് റീപ്ലേസ്മെന്റ് വാല്യൂ എന്നുള്ളത്. അതായത് നമ്മുടെ കയ്യിലുള്ള നിലവിലുള്ള ഒരു അസറ്റ് റീപ്ലേസ് ചെയ്യുവാൻ നിലവിലെ മാർക്കറ്റ് പ്രൈസ് അനുസരിച്ച് എത്ര രൂപ വരും, അതാണ് റീപ്ലേസ്മെന്റ് വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഹു അപ്പോയിന്റ് ദി ഫസ്റ്റ് ഓഡിറ്റർ ഓഫ് എ കമ്പനി? ഒരു കമ്പനിയുടെ ഫസ്റ്റ് ഓഡിറ്റർ ആരാണ് അപ്പോയിന്റ് ചെയ്യുക? ദ ഫസ്റ്റ് ഓഡിറ്റർ ഓഫ് എ കമ്പനി ഈസ് അപ്പോയിന്റഡ് ബൈ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിത്തിൻ 30 days ഓഫ് ഇൻകോർപ്പറേഷൻ ആൻഡ് അപ്പോയിന്റ്മെന്റ് മസ്റ്റ് ബി റാറ്റിഫൈഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ് അറ്റ് ദി ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് ഓഫ് ദി കമ്പനി. ഫസ്റ്റ് ഓഡിറ്റർ എന്നതുകൊണ്ട് ആരാണ്? ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ എന്താണ് ഷെയർ ഹോൾഡേഴ്സ് അപ്പോയിന്റ് ചെയ്യുന്നത്. അത് ഫസ്റ്റ് ഓഡിറ്റർ ഓഫ് കമ്പനി ഈസ് അപ്പോയിന്റഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ അപ്പോയിന്റ് ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫസ്റ്റ് ഓഡിറ്റർ എന്ന് പറയുന്നത്. ആ ഫസ്റ്റ് ഓഡിറ്ററുടെ അപ്പോയിന്റ്മെന്റ് എന്താണ്? ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗിൽ എന്ത് ചെയ്യണം? ഷെയർ ഹോൾഡേഴ്സ് റാറ്റിഫൈ ചെയ്യുകയും വേണം. ഓക്കെ, ഇനി വാട്ട് ഈസ് എ ഡിസ്ക്ലൈമർ ഒപ്പീനിയൻ? ഡിസ്ക്ലൈമർ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? A disclaimer opinion is a statement by an auditor indicating the inability to form an opinion on company's financial statement due to insufficient information or limitations. കമ്പനിയുടെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു ഡിസ്ക്ലൈമർ ഒപ്പീനിയൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓഡിറ്ററുടെ ഇന്നബിലിറ്റി ആണ്, അയാളുടെ
ഇന്നബിലിറ്റിയാണ് അതിനകത്ത് പറയുന്നത്. കമ്പനിയുടെ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് അയാൾക്ക് എന്താണ് ഒരു ഒപ്പീനിയൻ പറയാൻ സാധിക്കാത്തതിനെയാണ് എന്ത് ഡിസ്ക്ലൈമർ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അതായത് എന്തുകൊണ്ടാണ് അയാൾക്ക് ലഭിക്കുന്ന ഇൻസഫിഷ്യന്റ് ഇൻഫർമേഷൻസും എന്താണ് അല്ലെങ്കിൽ ലിമിറ്റഡ് ഇൻഫർമേഷൻസ് കാരണം കമ്പനിയുടെ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഒപ്പീനിയൻ പറയാൻ അയാൾക്ക് സാധിക്കുന്നില്ല. അയാളുടെ ഇന്നബിലിറ്റിയാണ് എന്ത് വിളിക്കുന്നത് ഡിസ്ക്ലൈമർ ഒപ്പീനിയൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. It signifies that the auditor cannot provide assurance on the accuracy or completeness of the financial statement. അപ്പൊ ഈ ഡിസ്ക്ലൈമർ ഒപ്പീനിയൻ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓഡിറ്റർക്ക് കമ്പനിയുടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷന്റെ ആക്യുറസി അല്ലെങ്കിൽ അതിന്റെ കംപ്ലീറ്റ്നെസ്സിനെ കുറിച്ചിട്ട് എന്താണ് ഒരു ഉറപ്പ് നൽകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി വാട്ട് ഈസ് ക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട്? എന്താണ് ഒരു ക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട്? എ ക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട് ഈസ് ഇഷ്യൂഡ് വെൻ ഓഡിറ്റർ എക്സ്പ്രസ് റിസർവേഷൻ ഓർ മോഡിഫിക്കേഷൻ ഇൻ ദെയർ ഒപ്പീനിയൻ ഓൺ കമ്പനീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതായത് ഒരു കമ്പനീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു ഓഡിറ്റർ പറയാണ് അതിൽ ചില മാറ്റങ്ങൾ വരുത്താനുണ്ട്, അതിൽ ചില തിരുത്തലുകളുണ്ട്. അങ്ങനെ അതായത് ഒരു ക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട് നെഗറ്റീവ് ആസ്പെക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. അതായത് അതിൽ ഇനിയും എന്തൊക്കെയോ മിസ്റ്റേക്സ് കറക്ഷൻസ് ഒക്കെ ഉണ്ട്. അത് സൂചിപ്പിച്ച് കൊണ്ട് ഒരു ഓഡിറ്റർ നൽകുന്ന റിപ്പോർട്ടാണ് എന്ത് ക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. Okay, this indicate that the auditor has identified certain issues or discrepancies that impact on the overall fairness and accuracy of the financial information presented. അതായത് ഈ ഓഡിറ്റർ ഓഡിറ്റിംഗ് വർക്ക് ചെയ്യുന്ന സമയത്ത് ചില മിസ്റ്റേക്കുകൾ, ചില ഇഷ്യൂസ് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഈ ഒരു ക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട് നൽകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ടാണ് ഒരു ഓഡിറ്റർ നൽകിയതെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് അവിടെ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട പാർട്ട് എയിൽ ചോദിക്കാൻ സാധ്യതയുള്ള കഴിഞ്ഞ 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് കൺസോളിഡേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു എന്താ പറയുക പാർട്ട് എ എക്സ്പെക്റ്റഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ നോട്ട് നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലഭ്യമാകും. ഓക്കെ, ശരി.